ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ വീട് സിനിമാക്കാര് ഷൂട്ടിങ്ങിന് ചോദിച്ചു. സിനിമാക്കാരാ? ഹിന്ദി സിനിമാക്കാര്. നായനാരാന്നറിയാമോ? സൽമാൻ ഖാൻ. അവര് കണ്ടുവച്ചിരുന്ന വീടിന് 2 ദിവസം മുമ്പ് കണ്ട് തീ പിടിച്ചു. അവര് വേറെ വീട് തപ്പുന്ന കാര്യം ഞാൻ അറിഞ്ഞു. അപ്പോഴേ ഇവിടുത്തെ കുറെ ഫോട്ടോസ് ഞാൻ അയച്ചു കൊടുത്തു. ഇഷ്ടപ്പെട്ടു. ഈ വീടാ കൊടുത്താലേ എനിക്കൊരു ചെറിയ റോൾ അവര് തരുമായിരിക്കും. ചെറുതല്ലടാ, നിനക്ക് വലുത് തന്നെ തരും അവര്. മറ്റേ സൽമാൻ ഖാൻ ഇല്ലേ, അവന് തിരിച്ച് വീട്ടിൽ വിടും, എന്നിട്ട് നിന്നെ പിടിച്ച് നായകനാക്കും. അപ്പോഴ അനുപം റോളില് ഞാളിനെ വിളിക്കാം. ചിരിച്ചിട്ട് അളിയാകും പോണേ. എന്റെ അമ്മ എന്തിനു മുടക്കി നോക്ക്. അങ്ങനെ വാങ്ങല നമുക്ക് സെറ്റ് ആക്കാം. ഹിന്ദി സിനിമയിൽ അഭിനയിച്ചാൽ നടച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? മാമ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കണമെങ്കിൽ അച്ഛമ്മയുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട്. ഇല്ലെങ്കിൽ അച്ഛമ്മ കല്ല് പറക്കേറി. പിന്നെ അച്ഛമ്മ കല്ല് പറക്കേറി. ഞാൻ പോയി ചോദിക്കാം അങ്ങളെ. ഞാൻ ചോദിച്ചാ മുദ്ദ സമ്മതിക്കും. ചെന്ന് കയറി കൊടു. ഞാൻ ചെന്ന് കയറി കൊടുത്തോളാം. ഓ അങ്ങനെ വാ അങ്ങളെ. എനിക്ക് മനസ്സിലാവില്ല. എവിടെ പറഞ്ഞ ആളി എവിടെ പറഞ്ഞു? നീ എവിടെ പോണേ? ഞാൻ മുത്തച്ഛൻ ഞാനും അച്ഛമ്മയുടെ അടുത്ത് തന്നെ പോണം. എന്തിന്? നീ എന്തിനു പോണേ? ഞാൻ ഒരു കാര്യം സംസാരിക്കാമോ? ഞാനും നിന്റെ കൂടെ സംസാരം കേൾക്കാൻ വേണ്ടി പറഞ്ഞേ. സംസാരിക്കുമ്പോൾ നിന്നെ കളിയാക്കിയല്ല, അപ്പൊ ചിരിക്കാൻ വേണ്ടി. ചിരിക്കാൻ അരുവി വന്ന് മുത്തച്ഛി, എനിക്ക് മുത്തച്ഛനടുത്തൊരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ പറയാം. അത് അളിയന്റെ അടുത്ത് ആദ്യം പോകാൻ പറ. ഞാൻ പോണേ? ഞാൻ എന്തിനു പോണെന്ന് ചോദിക്കണോ? അമ്മച്ചി, അവൻ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അയ്യടാ, നീയൊക്കെ കുഞ്ഞുങ്ങളല്ലേ കളിയാക്കാൻ. വേണമെങ്കിൽ പറഞ്ഞിട്ട് പോടാ. അത് മുത്തച്ഛി എന്തോന്ന് പറഞ്ഞല്ലേ, നമ്മളെ വീട് ഒരു പാർട്ടി സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ചോദിച്ചു. ഓ അത് ശരി. പാവങ്ങള് അവര് കണ്ടുവച്ചിരുന്ന വീടിന് 2 ദിവസം മുമ്പ് തീ പിടിച്ചു. നമ്മുടെ വീട് കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ പണവും കിട്ടും. പിന്നെ എനിക്കും ശിവനും അതിനകത്തൊരു വേഷവും കിട്ടും. അങ്കിൾ അഭിനയിക്കുന്ന? പിന്നെ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമില്ലേടി. എന്നാ ഗണിക്കുന്നത്? ഒന്നുമില്ല മാമ. അച്ഛമ്മ, ഒരു സിനിമാക്കാരെ ഇവിടെ ഒന്ന് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നായിരുന്നാല് ഈ വീടിന്റെ പകുതിയെ കാണുള്ളൂ. അവന്മാര് നാശമാക്കി കൈ തരും. എന്തൊരു സ്വഭാവം കടിച്ചു തന്നു വീട്. സ്വഭാവം തന്നെയാണ്. അച്ഛമ്മ അറിയാൻ വേണ്ടിട്ട് പറഞ്ഞതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. കൊടുക്കാൻ പറ്റത്തില്ല. അമ്മ അങ്ങനെ പറയല്ലമ്മ. ഇത് ഞങ്ങൾക്കൂടെ ഒരു അവസരമാണ്. പിന്നെ ഈ ഹിന്ദി സിനിമയിൽ ഇപ്പൊ എന്നെ പോലുള്ള നടന്മാരുടെ കുറവുണ്ട്. മുത്തച്ഛി, എന്റെ കാര്യം അങ്ങനെ തന്നെ മുത്തച്ഛി. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വന്ന കയറിയ മഹാലക്ഷ്മി കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടിക്കണോ? ഇതെന്റെ അച്ഛനപ്പന്മാർ തന്ന വീടാണോ, നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ എന്റെ മുത്തച്ഛി, അത് ഈ അളിയെ ചുമ്മാ പറഞ്ഞാണ്. അച്ഛമ്മ, ഞാൻ 1-2 ഹിന്ദി സിനിമകൾ കാണിച്ചു തരാം. അവന്മാര് വീട്ടിന്റെ അകത്ത് ബോംബൊക്കെ വെച്ച് പൊട്ടിക്കും. വീട്ടിന്റെ അകത്തൂടെ കാറും ബൈക്കൊക്കെ ഓടിച്ച് കളിക്കും. ഇതിന്റെ അകത്തൂടെ ഓടിച്ച് കളിക്കും. പൈപ്പ് തുറന്ന് അടയ്ക്കൂല. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. എന്നോ കള്ളങ്ങളാണ് നീ തള്ളുന്നത്? കള്ളമൊന്നും അല്ല അച്ഛമ്മ. അമ്മച്ചി, അവൻ പറഞ്ഞ കള്ളവാ. ഇത് ആക്ഷൻ പടമൊന്നുമല്ല. ഇതിന്റെ നായക ആരെന്ന് പറഞ്ഞാൽ മുത്തച്ഛി സമ്മതിക്കും. സൽമാൻ ഖാൻ. ഞെട്ടി. സൽമാൻ ഖാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാകൂടാ. നീ പോ. കുണിച്ച് കാട്ടിക്കൂടെ അളിയാ. അളിയാണ്ടല്ലോ, ഞാൻ എടുത്തോളാം കേട്ടോ. അങ്ങള് വാ അങ്ങള്. അവൻ ജനിച്ച് മണിക്കട്ട് ചിരിച്ച് ചിരിടാ ചിരി. ഇതെന്താന്ന് പറഞ്ഞോളൂ. വരച്ച് കഴിഞ്ഞിട്ട് വേണം എന്താ തീരുമാനിക്കാൻ. ചേട്ടത്തേ, ഈ സൈഡ് കുറച്ച് മഞ്ഞ കളർ വാരി തേച്ച് എങ്ങനെ ഇരിക്കും? നല്ല വൃത്തികളായിരിക്കും. എന്നാ പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് കുറച്ച് ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്ത് തേച്ചാലോ? എടാ, ഞാൻ ആർട്ടിസ്റ്റ്, എനിക്കറിയാം അവിടെ എന്നാ തേക്കണമെന്ന്. ഓഹോ, എന്നാ ആർട്ടിസ്റ്റ് ഈ പെയിന്റിങ് കെട്ടിപ്പിടിച്ചോട്ട് വിളിക്കത്തേ ഉള്ളൂ. ഇത് വിറ്റ് കാശാക്കണമെങ്കിലേ ഞാൻ തന്നെ വേണം. അത് മറക്കട്ടെ. അപ്പോഴേക്കും പിണങ്ങിയോ? ഇവിടെ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റില്ല, അന്നേരം പിണങ്ങും. ഇതാർക്കാ ചിറ്റപ്പ വിൽക്കാൻ കൊണ്ടുപോണേ? അത് സർപ്രൈസാ. അമ്മ, ചിറ്റപ്പൻ അമ്മയെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്, സൂക്ഷിച്ചോ. ഒരു പറ്റിപ്പില്ല, കിട്ടുന്ന പൈസക്ക് 50-50 എനിക്കും ചേട്ടത്തിക്കുക. എന്റെ ചേട്ടത്തി ഇതുപോലെ കളർ വാരി തേക്കാൻ ആരെ കൊണ്ട് പറ്റും? ഇത് വിറ്റ് കാശാക്കാനാ പാട്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന പൈസക്ക് ചേട്ടത്തിക്ക് പാതി തരാന്ന് പറഞ്ഞില്ലേ? അതാ എന്റെ സ്നേഹം. കൊള്ളാം. വീണ്ടും തുടങ്ങി അതിന്റെ ചിത്രരചന. തുടങ്ങി. ഇതിപ്പോ ചുമ്മാ നേരം പോക്കലൊന്നുമല്ല. പിന്നെന്തോ കാശുണ്ടാക്കാൻ ചൂടപ്പം പോലെ ചേട്ടത്തിന്റെ പെയിന്റിങ് വിറ്റ് കൊടുക്കും. എടാ, നിന്നെ കൊണ്ട് ചൂടപ്പം പോലും ചൂടപ്പം പോലെ വിൽക്കാൻ പറ്റൂല. പിന്നെ അല്ലേ 1 രൂപയ്ക്ക് കൊള്ളാത്ത പെയിന്റിങ്. വെറുതെ ദേഷ്യം പഠിപ്പിക്കരുത് കേട്ടോ. ഡേ, നിനക്കേ ഈ 1 രൂപയ്ക്ക് കൊള്ളാത്ത പെയിന്റിങ് എടുക്കണ ചില ആൾക്കാരുണ്ട്. അവര് ചിലപ്പോ ഇത് പൊന്നും വിലക്ക് എടുക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിറ്റ് കാശ് കിട്ടിയാ പോരെ? സുമേഷേ, ചേട്ടത്തി ഇതിന് ഭംഗിയില്ലെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളൊന്ന് എണീറ്റ് പോകുന്നുണ്ടോ? ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നീ വരയ്ക്കണമെന്ന് ഞാൻ കാണട്ടെ. അങ്ങനെ ഇപ്പൊ കാണണ്ട. രാവിലെ തന്നെ ഇറങ്ങിക്കോളും മുണ്ട ഷർട്ട് ഇട്ടോണ്ട് മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ.